ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ പഴയ മോഡൽ ആക്റ്റീവയാണ്. അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്ത്, അതായത് ഓയിൽ കത്തുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നല്ല ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ അഴിച്ചാണ്. അപ്പോൾ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ അഴിച്ചു, അതേപോലെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ചു. അപ്പോൾ നിലവിൽ നമുക്ക് സിലിണ്ടറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം തുരുമ്പൊക്കെ ഇട്ടേക്കേണ്ട സിറ്റുവേഷനാണ്. അതിൻ്റെ സിലിണ്ടർ ബോറിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ പിസ്റ്റൺ വർക്ക് ചെയ്യണ ഭാഗത്ത്. എനിക്ക് തോന്നുന്നു വണ്ടി ഉപയോഗിക്കാണ്ടൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ അംശം ചെന്ന് സിലിണ്ടറൊക്കെ തുരുമ്പിട്ടൊരവസ്ഥയിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ സിലിണ്ടർ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. സിലിണ്ടർ ബോർ ചെയ്തിടാം, കാരണം പഴയ വണ്ടിയല്ലേ. നമുക്ക് തൽക്കാലം ബോർ ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ വാൽവൊക്കെ നമുക്കൊന്ന് സീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സീറ്റ് ചെയ്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമുക്ക് വാൽവ് പഴയത് യൂസ് ചെയ്തിട്ട് തന്നെ സീറ്റ് ചെയ്തെടുക്കാം. ഇനി അത് ലേത്തി കൊടുക്കുമ്പോൾ അവർ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അത് സീറ്റ് ചെയ്തിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ വാൽവ് മാറ്റി പുതിയതിടേണ്ടതായിട്ട് വരും. പിന്നെ അതിനകത്ത് ഓയിൽ കുറഞ്ഞ വണ്ടി ഓടിയിട്ട് സംഭവിച്ചാൽ അതിൻ്റെ റോക്കറാമാണത്. റോക്കറാം മൊത്തം തേയ്മാനം വന്ന് ദ്രവിച്ച് ശരിക്കും നല്ലോണം ലൂബ്രിക്കേഷൻസ് ഇല്ലാണ്ട് ശരിക്കും അത് എടുത്തു പോയേക്കാണ്. നല്ലോണം തേയ്മാനം വന്ന് പോയി. അതേപോലെ തന്നെ ഇപ്പോഴത്തെ 2 റോക്കറാമാണ് വരാം നമുക്ക്. അപ്പോൾ അതിനകത്ത് രണ്ടിനും തേയ്മാനമുണ്ട്. ഒരെണ്ണം ശരിക്കും കാർന്ന് പോയിട്ടുണ്ട്. അതേപോലെ ക്യാം ഷാഫ്റ്റും ഓൾറെഡി കംപ്ലൈൻറ്റാണ്. ക്യാം ഷാഫ്റ്റും റോക്കറാമും ഇത് രണ്ടും കൂടിയാണ് നമുക്ക് മാറ്റിയിട്ട് വരണം കേട്ടോ. അത് രണ്ടും കൂടി മാറ്റിയിടണം. അതെന്തായാലും മാറ്റണം. പിന്നെ വാൽവ് നമുക്ക് സീറ്റ് ചെയ്താൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ചെയ്തെടുക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാൽവ് മാറ്റേണ്ടതായിട്ട് വരും. സിലിണ്ടർ പഴയ തന്നെ എടുക്കാം. എന്നിട്ട് സിലിണ്ടർ ബോർ ചെയ്താൽ പിസ്റ്റൺ മാത്രം പുതിയതിട്ട് നമുക്ക് ബോർ ചെയ്തിടാം കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റാം. അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കുന്നത് പുതിയതാണ്, വലിയ പഴക്കമായിട്ടില്ല, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളൂ. ക്ലച്ച് സൈഡ് വരുമ്പോൾ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചു. അങ്ങനെ പറയത്തെ കംപ്ലൈൻറ്റ് പീസെറ്റ് സ്ലൈഡ് എന്ന് പറയുന്ന യൂണിറ്റൊക്കെയാണ് ഡാമേജ് ഉള്ളൂ. ബെൽറ്റൊക്കെ പുതിയതാണ് കിടക്കണേ. ബാൻഡോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബെൽറ്റ് കിടക്കണേ, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് കേട്ടോ. തൽക്കാലം അങ്ങനെ കിടന്ന് ഓടട്ടെ, കാരണം അത് നമുക്കങ്ങനെ വേറെ പ്രശ്നം ഉണ്ടാക്കണമല്ല. നമുക്ക് പിന്നീട് ഇപ്പോൾ ബെൽറ്റ് പൊട്ടി മാറ്റേണ്ടി വന്നാൽ പോലും നമുക്ക് ഈ സൈഡിൽ നിന്ന് അഴിച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഭാഗം ക്ലിയർ ചെയ്തിടാം. സിലിണ്ടർ, ഹെഡ്, ക്യാം ഷാഫ്റ്റ്, ആ സാധനങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിടാം. ബാക്കിയിട്ട് നമുക്ക് ആ രീതിയിൽ സെറ്റാക്കാം. പിന്നെ അതിൻ്റെ ഫ്രണ്ട് മൺകാടൊക്കെ മൊത്തം പൊട്ടിപ്പോയേക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെക്കൻഡ് കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ചെന്നാൽ തന്നെ ആയിരിക്കും നല്ലത്. കാരണം ഞാൻ പുതിയതൊക്കെ വരുമ്പോൾ നല്ല റേറ്റ് വരും അതിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. കറക്റ്റ് ആയിരിക്കില്ല, ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. കാരണം നമ്മളിപ്പോൾ അഴിച്ചിട്ട് നമ്മൾ ഏകദേശം ഉൾപ്പെടുത്തിയാണ് ചെയ്യണേ. പക്ഷേ സെറ്റ് ചെയ്യുന്ന സമയത്താണ് ബാക്കിത്തെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഏകദേശം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചോണം. അപ്പോൾ ഞാൻ ഏകദേശം നമുക്കൊരു അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടറോടൊക്കെ ചെറിയൊരു പ്ലേ ഒക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. തൽക്കാലം നമുക്ക് ഈ ലോക്കൽ ഓർഡറിന് തന്നെ അത് പ്രശ്നമില്ല നിലയിൽ. അങ്ങനെ കിടന്ന് ഓടിക്കോട്ടെ. ക്യാം ചെയിൻ്റെ ഈ ഗൈഡൊക്കെ മാറണം. ഇതൊക്കെ ഇവിടെ നിന്ന് പൊട്ടിപ്പോയേക്കാണ്. ക്യാം ചെയിനും ആ ഗൈഡും മാറ്റി കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. 100% എസ്റ്റിമേറ്റ് മാത്രം പ്രതീക്ഷിക്കരുത്. പഴയ വണ്ടിയാണ്. നമ്മൾ ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കും കേട്ടോ. അപ്പോൾ അതും കൂടി മനസ്സിൽ കണക്ക് കൂട്ടിയേക്കണം. ഓക്കെ.